റിനി, ഇപ്പോൾ നേരത്തെ ആശങ്കപ്പെട്ടതുപോലെ തന്നെ രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം കണ്ടല്ലോ. ആ കുട്ടിയുടെ മറ്റ് ഡീറ്റെയിൽസ് അവിടെ പറയുക, എന്താണ് ജോലി എന്ന് പറയുക, ഇത്തരം കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു സ്വഭാവം. ആ രൂപത്തിലുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതുമാണ്. ഇതിൻ്റെ ആത്യന്തികമായി ഈ പോരാട്ടത്തിന് എത്ര ശക്തി വേണ്ടി വരുമെന്നാണ് റിനിക്ക് തോന്നുന്നത്? റിനി പക്ഷേ ഇതിലൊരു പരാതി കൊടുക്കാൻ പോയില്ല. റിനിയെ സംബന്ധിച്ച് ഈ കാര്യം പൊതുജന മധ്യത്തിലേക്ക് ഇട്ടുകൊടുക്കുക എന്ന ദൗത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ പെൺകുട്ടി അനുഭവിക്കുന്ന സാഹചര്യം കാണുമ്പോൾ നിയമപരമായി റിനിയും പോകേണ്ടതാണ് എന്ന് തോന്നുന്നുണ്ടോ? ഈ പെൺകുട്ടി അനുഭവിക്കുന്ന സാഹചര്യം കാണുമ്പോൾ സ്ത്രീകൾക്ക് തന്നെ ഈ നിയമപരമായി പോകാനുള്ളൊരു ഭയമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദ്യമേ തന്നെ ഗവൺമെന്റ് തലത്തിൽ ചെയ്യേണ്ടത്, ഇന്നിപ്പോൾ സുപ്രീം കോടതി അത് പ്രത്യേകം നിരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ്, ഗവൺമെന്റ് തലത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ കർശനമായി നിയന്ത്രിക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് കമന്റ്സ് ഇട്ടും എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ചും ഇരയെ അപമാനിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വ്യക്തി പറയുന്നത് കേട്ടു, ഈ ഈര വിവാഹിതയാണ് എന്നുള്ളത്. അപ്പോൾ വിവാഹിതയാണെങ്കിൽ എന്തിനാണ് പിന്നെ വിവാഹിതയായ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയി ഇടപെടാൻ നടത്തുന്നത്? എന്തിനാണ് അങ്ങനെ ഒരു ശ്രമം നടത്തുന്നത്? അപ്പൊ സംസ്കാരം എന്ന് പറയുന്നത് സ്ത്രീക്ക് മാത്രം മതിയോ? വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ, ഒരു പുരുഷൻ വിവാഹിതയായ ഒരു സ്ത്രീയുടെ അടുത്ത് എന്തിനാണ് പോകുന്നത്? എന്തിനാണ് വിവാഹിതയായ ഒരു സ്ത്രീയുടെ അടുത്ത് എനിക്ക് കൊച്ചു വേണമെന്ന് ആവശ്യപ്പെടുന്നത്? അപ്പൊ സംസ്കാരം എന്ന് പറയുന്നത് സ്ത്രീക്ക് മാത്രം മതിയോ? ഈ സംസ്കാരം സ്ത്രീക്കും പുരുഷനും വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെൺകുട്ടികളോട് പറയുന്നത് നിയമപരമായി പോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പോലും നിയമപരമായി പോകണം എന്നുള്ളതാണ്. കടുത്ത ശാരീരികമായ പ്രശ്നങ്ങളെല്ലാം നേരിട്ടിട്ടുള്ള പെൺകുട്ടികൾ ഒന്നും മൗനികളായി വീട്ടിൽ ഇരിക്കരുത്. നിങ്ങളുടെ ട്രോമ വർദ്ധിക്കുകയുള്ളൂ. നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഇത്തരത്തിലുള്ള വേട്ടക്കാരെ എക്സ്പോസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. റിനിക്ക് അവസാനമായി, റിനിക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ ഈ പെൺകുട്ടി പരാതി നൽകിയിരിക്കും, അതിന്റെ അടിസ്ഥാന വളരെ വേഗത്തിൽ തന്നെ പോലീസ് നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പരാതിപ്പെടാൻ, നേരിട്ട് പരാതി നൽകാൻ തയ്യാറാകുമെന്നാണോ തോന്നുന്നത്? കാരണം ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുകയൊക്കെ ചെയ്തെങ്കിലും ആരും ആദ്യം മൊഴി നൽകാൻ തയ്യാറായിരുന്നില്ലല്ലോ. ഒരു പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു പെൺകുട്ടികൾക്ക് ധൈര്യം കിട്ടും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എല്ലാ പെൺകുട്ടികളും അതിനായി തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു പർട്ടിക്കുലർ വിഷയമല്ല, ഇതൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ അല്ല. പിന്നെ എന്തുകൊണ്ടാണ് വിവാഹിതരായിട്ടുള്ള സ്ത്രീകളുടെ അടുത്തൊക്കെ ഇങ്ങനെ ശ്രമിക്കുന്നത്? ഇതെല്ലാം നമ്മൾ കണ്ടെത്തണമല്ലോ. ഇത് ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ ഉണ്ടായ ഒരു വിഷയമല്ല. അനേകം സ്ത്രീകൾക്ക് മെസ്സേജുകൾ അയച്ചിരിക്കുന്നു, സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ഇത് നിയമപരമായി തെളിയിക്കണം. അതിന് കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നുള്ളത് തന്നെയാണ്. ഈ രീതിയിലുള്ള വ്യക്തികൾ എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള വേട്ടക്കാരന്മാർ എക്സ്പോസ് ചെയ്യപ്പെടണം. തീർച്ചയായും വളരെ നന്ദി റിനി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.